ഈ വിദേശത്തു നിന്നൊക്കെ വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർ ഒരു ഷോർട്ട് വിസിറ്റിന് വേണ്ടി നാട്ടിൽ വന്നായിരിക്കാം. അപ്പോൾ അവർ ഓൾറെഡി ഇതിനെക്കുറിച്ച് നമ്മുടെ ബോൺ ഹെൽത്തിനെ കുറിച്ചും ഓവറോൾ സപ്ലിമെൻറ്റേഷനെ കുറിച്ചൊക്കെ വെൽ സ്റ്റഡീഡ് ആയിരിക്കും. വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറയാം, ഡോക്ടർ ഞാൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കാൽഷ്യം കഴിക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ട്, കൊളാജൻസും കഴിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊരു മുട്ടുവേനുണ്ട്, ചെറിയൊരു ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് എന്നല്ലാതെ വേറെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ കൊളാജൻ കഴിക്കുന്നുണ്ട്, കൊളാജൻ പെപ്റ്റൈഡ്സ് കഴിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കൊളാജനാണ് കഴിക്കേണ്ടത്? 2 ടൈപ്പാണ് മേജറായിട്ടുള്ളത്, ടൈപ്പ് 1ഉം ടൈപ്പ് 2. നമ്മൾ സ്കിന്ന് അല്ലെങ്കിൽ ബോണ്, നെയിൽസ്, ഹെയർ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന അതല്ലെങ്കിൽ ഇതിന് ഏറ്റവും ഇൻവോൾവ്മെൻ്റ് ഉള്ളത് ടൈപ്പ് 1 കൊളാജനാണ്. അപ്പോൾ ടൈപ്പ് 2 അത് കാർട്ടിലേജിനുള്ളതാണ്. അപ്പോൾ നമ്മുടെ അസുഖത്തിനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് കുറവുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൊളാജനെ സെലക്ട് ചെയ്യാൻ. പലപ്പോഴും ഈ വിദേശത്തുനിന്ന് വരുന്നവരിലാണ് കൂടുതൽ കണ്ടിട്ട്, കാരണം നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പോപ്പുലാരിറ്റി ആയിട്ടില്ല. പുറത്തൊക്കെ വളരെ പോപ്പുലറാണ്. സൂപ്പർ മാർക്കറ്റുകളിലടക്കം വാങ്ങാൻ കിട്ടും, കൊളാജൻ പെപ്റ്റൈഡ്സ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഈ കൊളാജൻ പെപ്റ്റൈഡിൻ്റെ ചെറിയ ചില്ലിൻ്റെ ബോട്ടിലൊക്കെ കാണാം, ഒരു പ്രാവശ്യം തുറക്കുക, കുടിക്കുക, ബോട്ടിൽ കളയുക, അങ്ങനത്തെ റെഡിമെയ്ഡ് ബോട്ടിൽസ് കിട്ടും. ഇത് മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് ടൈപ്പ് 1 കൊളാജനാണ്. അത് മുട്ടിന് വേണ്ടിയിട്ടാണ്, ജോയിൻറ്റിന് വേണ്ടിയിട്ടാണെന്നൊക്കെ വിചാരിച്ച് അതാണ് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരില്ല. ഓവറോൾ നമുക്കൊരു വെൽനെസ് ഫീൽ ചെയ്യുമെങ്കിലും അതിൻ്റെ ഒരു ഭയങ്കര അബ്സല്യൂട്ട് ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്യില്ല. സ്കിന്നിന് നല്ലതാണ്, ഒരു സംശയമില്ല, നെയിൽസിന്, ഹെയർസിന്, ഇതിനൊക്കെ നല്ലതാണ് ടൈപ്പ് 1. പക്ഷേ നമ്മുടെ മുട്ടിനെ അല്ലെങ്കിൽ നമ്മൾ കാർട്ടിലേജ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ടൈപ്പ് 2 കൊളാജൻ തന്നെ യൂസ് ചെയ്യണം. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡീനേച്ചേർഡും അൺഡീനേച്ചേർഡും ഉണ്ട്. ഇതിനെക്കുറിച്ച് ഫർദർ വേറെ വീഡിയോയിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ടോപ്പിക്.